വാർത്ത നവീൻ ബാബുവിന്റേത് കൊലപാതകമല്ല എന്ന് സർക്കാരിന് ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. കൊലപാതകമെന്ന് സംശയിക്കാനുള്ള തെളിവുകളോ സാഹചര്യമോ ഇല്ലെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലം. തൂങ്ങി മരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. മൃതശരീരത്തിൽ നിന്ന് മറ്റു മുറിവുകൾ കണ്ടെത്താനായിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം ആവശ്യമില്ലെന്നും സർക്കാർ അറിയിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ശരിയാണ്. ആജ്ഞ, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്? കുടുംബത്തിന്റെ സംശയം പോലെ ഒരു കൊലപാതകമല്ല, പൂർണ്ണമായും സ്വാഭാവികമായ ഒരു ആത്മഹത്യയാണ് എന്ന് വേണം സർക്കാർ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അതിന് ഉപോത്ബലകമായി എന്തൊക്കെ തെളിവുകൾ കോടതിയിൽ സർക്കാർ സമർപ്പിച്ചു? രഞ്ജിത്ത്, ഈ കേസിൽ അതായത് മഞ്ജുഷ സമർപ്പിച്ച ഹർജിയിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇത്ര കാലം സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നേരായ രീതിയിലല്ല, ഇതിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയായിരുന്നു മഞ്ജുഷ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. പക്ഷേ ഈ ഹർജി പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകാനുള്ളതും കേസ് ഡയറി സമർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നീട്ടി ചോദിച്ചിരുന്നു. അതേ പ്രകാരമാണ് ഇന്നലെ രാത്രിയോടെ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ഈ സത്യവാങ്മൂലത്തിലാണ് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് രണ്ടിടത്ത് സംസ്ഥാന പോലീസ് DGP സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന്, നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച, അതായത് ആത്മഹത്യ ചെയ്ത നിലയിൽ, കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്ന് തന്നെയാണ്. അതിനുശേഷം രണ്ടാമത് ഇദ്ദേഹത്തിന് PP ദിവ്യ അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് വേദിയിലേക്ക് ക്ഷണിക്കാതെ കയറി വന്ന ശേഷം ഉണ്ടാക്കിയ കോലാഹലങ്ങൾ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമെന്നുള്ള ഭയത്തിൽ നവീൻ ബാബുവിന് അതിൽ ടെൻഷനുണ്ടായിരുന്നു. അദ്ദേഹം മാനസികമായി അത്തരം കാര്യങ്ങളിൽ ടെൻഷനായിരുന്നു. ആ മാനസിക സമ്മർദ്ദത്തിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്തതാണ് എന്നുള്ള നിഗമനത്തിലുമാണ് പോലീസ് എന്ന് തന്നെയാണ്. സൂയിസൈഡ് ചെയ്തതാണ് എന്ന് തന്നെയാണ്, കമ്മിറ്റഡ് സൂയിസൈഡ് എന്നുള്ള പ്രയോഗമാണ് ഈ സത്യവാങ്മൂലത്തിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. മാത്രമല്ല, മഞ്ജുഷ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയമുള്ള തരത്തിൽ മഞ്ജുഷ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയമായിരുന്നു, അല്ലെങ്കിൽ അതിനുണ്ടായിരുന്ന വ്യക്തതയില്ലായ്മയായിരുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ ബന്ധുക്കൾ എത്തുന്നതിന് മുൻപേ തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയെന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് 4 മണിക്കൂറിനുള്ളിൽ, മരണം നടന്ന് 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അതേസമയം കണ്ണൂരെത്താൻ, പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരെത്താൻ 15 മണിക്കൂർ എടുത്തു മരണത്തിന് ശേഷം കുടുംബാംഗങ്ങൾ എത്തിയത് അപ്പോഴാണ്. അതേസമയം 5 പ്രധാന സാക്ഷികളെ നിർത്തി തന്നെയാണ്, അല്ലെങ്കിൽ 5 പ്രധാന സാക്ഷികളുടെ സാമീപ്യത്തോടു കൂടിയാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ അടുത്ത ബന്ധുക്കൾ വേണമെന്നുള്ള നിർബന്ധമില്ല എന്നും DGP സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻക്വസ്റ്റിന് ഉള്ള കൺഫ്യൂഷൻ ഇല്ല. അതിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന ചൂണ്ടിക്കാട്ടി ഇത് കൊലപാതകമാണെന്ന് തയ്യാറാക്കാൻ വൈകിയതുമായി ചൂണ്ടിക്കാട്ടി ഇത് കൊലപാതകമാണെന്നോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിലെ പിടിപ്പുകേടാണോ എന്ന് പറയാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഞ്ജുഷ മുന്നോട്ട് ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ഈ പെട്രോൾ പമ്പ് സംരംഭകന്റെ ലെറ്ററാണ്. അത് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. ഇത് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല, ഈ പരാതി വ്യാജമാണ്. അത് PP ദിവ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ PP ദിവ്യയെ ഈ നവീൻ ബാബുവിന്റെ മരണശേഷം സംരക്ഷിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ സമീപത്തെ പോലീസുകാർ ഇവരുടെ രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് കൊണ്ട് സമീപത്തെ പോലീസുകാർ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച കാര്യം, ഇവ മുൻകൂർ ജാമ്യം നേടുന്നത് വരെ PP ദിവ്യയെ ഒളിവിൽ കഴിയാൻ നൽകിയ സാഹചര്യം ഒരുക്കിയത്, ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് നേരായ വഴിയിൽ അന്വേഷണം നടത്തില്ല, അല്ലെങ്കിൽ പക്ഷപാതപരമായി അന്വേഷണം നടത്തുമെന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. രഞ്ജിത്ത്, മറ്റൊരു കാര്യം ആജ്ഞ, നമുക്കറിയാം CBI അന്വേഷണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. അതിനാണ് അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. അത് എന്തെങ്കിലും കോടതി അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയോ? സർക്കാർ ഇന്നലെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് CBI വരണ്ട, അന്വേഷണം തൃപ്തികരമാണ് എന്നാണ്. പക്ഷേ കോടതിയാണല്ലോ തീരുമാനിക്കേണ്ടത് അന്തിമമായി. CBI അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചാൽ CBIക്ക് അന്വേഷിച്ചേ പറ്റുള്ളൂ. കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അതിലെന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുകയോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ സർക്കാർ വ്യക്തമാക്കുകയോ, അതോ ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഇങ്ങനെ സത്യവാങ്മൂലം നൽകുന്നത് തന്നെ CBI അന്വേഷണം തൽക്കാലം വേണ്ട, ഞങ്ങളെല്ലാം കാര്യമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടല്ലോ?
ഇതിനൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് രഞ്ജിത്ത്. കാരണം ആ അന്വേഷണ സംഘം SIT ഇതിൽ കൃത്യമായ നേരായ വഴിക്ക് തന്നെയാണ് അന്വേഷണം പൂർത്തിയാക്കുന്നതെന്നാണ് സംസ്ഥാന പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് CBI അന്വേഷണം കേസിൽ ആവശ്യമില്ല. സംസ്ഥാന പോലീസിന്റെ അന്വേഷണ രീതി ശരിയായ ദിശയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യമില്ല എന്നൊരു സാഹചര്യമാണ്, എന്ന ഒരു ആവശ്യമാണ് കോടതിയെ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം കോടതി ഇത് നവീൻ ബാബുവിന്റെ ആത്മഹത്യയല്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കുകയും അതേ തുടർന്നാണ് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ കേസിൽ അതായത് കൃത്യമായ തെളിവുകളുണ്ടോ, വ്യക്തതയുണ്ടോ, എങ്ങനെയാണ് ADMന്റെ മരണം കൊലപാതകമാണ് എന്ന് ആരോപിക്കാൻ വ്യക്തമായ തെളിവുകളിൽ വ്യക്തത വേണമെന്ന് കഴിഞ്ഞ ദിവസം മഞ്ജുഷയുടെ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല CBIയോട് ഈ കാര്യം, CBIയുടെ അഭിഭാഷകനോട് ഈ കാര്യം അന്വേഷിക്കുകയും ചേർന്നു. അതായത് അന്വേഷണം CBI ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിരുന്ന സമയത്ത് കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് തന്നെയാണ് CBI വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഈ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും അപാകത തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വ്യക്തമായാൽ CBIക്ക് അന്വേഷണം വിടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായേക്കാം. അത് കോടതി നിർദ്ദേശിച്ചാൽ മാത്രം മതി. കോടതിക്ക് മുൻപാകെ വേണ്ടത്, കോടതിക്ക് ആവശ്യപ്പെട്ടത് നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള എന്ത് സാഹചര്യമാണ് ഭാര്യയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് തന്നെയാണ്. അതിൽ വ്യക്തത വന്നാൽ ഒരുപക്ഷെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കോടതി ഇക്കാര്യത്തിൽ CBI അന്വേഷണം ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBIക്ക് അന്വേഷണം ഏറ്റെടുക്കണം. അതല്ലെങ്കിൽ സംസ്ഥാന പോലീസിന് CBIക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൈമാറണം, രേഖകൾ കൈമാറേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും സത്യവാങ്മൂലവും കോടതിക്ക് മുൻപാകെ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ പോലും സത്യവാങ്മൂലമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയെ ഹാജരാക്കിയിട്ടുള്ളത്. കേസ് ഡയറിയും ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒക്കെ അസസ് ചെയ്ത ശേഷമായിരിക്കും കോടതി ഈ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ഇനി ഈ കാര്യത്തിൽ CBI ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. അത് 12-ാം തീയതിയാണ് അടുത്ത ഹിയറിംഗ് വെച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. കാരണം അതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും കോടതിയിൽ ഹാജരാക്കണമെന്നും കേസ് ഡയറി ഹാജരാക്കണമെന്നും അതുപോലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. അത് കോടതിയെ ആ തരത്തിൽ ഇന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മറ്റൊരു